ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ടൈപ്പിൻ്റെ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ മുട്ടക്കറി കൂട്ടൂല, വെജിറ്റബിൾ കറി മാത്രമേ കൂട്ടൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, ചൂടാകുമ്പോൾ പെരിഞ്ചീരകം ഇട്ടു, പിന്നെ ഉള്ളി, തക്കാളി, ക്യാരറ്റ് ചെറുതായി മുറിച്ചത്, മട്ടർ കേട്ടോ, ഫ്രഷ് മട്ടറാണ്, അതും കൂടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുത്ത് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുമല്ലോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ചേർക്കുന്നില്ല, കുരുമുളകും പിന്നെ ഗ്രാമ്പൂ പട്ടയിലൊക്കെ വീട്ടിൽ പൊടിച്ച പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതെപ്പോൾ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കറിവേപ്പില മല്ലിയിലെല്ലാം ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ അത് വഴറ്റി വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ ആ കറി റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻറ്റ് കറിയാണ്, ബാച്ചിലേഴ്സിനെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ചോറിനായാൽ തന്നെ മുട്ടക്കറി വേണമെന്ന് രാവിലെ വെജിറ്റബിൾ കറി ആക്കിയാൽ പിന്നെ ഉച്ചക്കത്തേക്ക് അത് കുറച്ച് കൂടി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ ഉച്ചക്കത്തേക്ക് മുട്ടക്കറിയും നെയ്ച്ചോറും ആക്കുന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ പിന്നെ വെജിറ്റബിൾ കറിയാക്കി. അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ നല്ലപോലെ വരഞ്ഞിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുത്താൽ ഉച്ചക്ക് മുട്ടക്കറിയായി, രാവിലെ വെജിറ്റബിൾ കറിയായി, ഉച്ചക്ക് മുട്ടക്കറിയായി. അപ്പോൾ എളുപ്പത്തിലാവുകയും ചെയ്തു. നമുക്ക് ഒരു കറി വെച്ചാൽ തന്നെ പിന്നെ 2 നേരത്തേക്ക് എത്തുകയും ചെയ്യും. രാവിലെ ചായക്ക് നാസ്തക്ക് ഉണ്ടാക്കിയ കറി തന്നെ ഉച്ചക്കത്തേക്ക് ഭക്ഷണത്തിനാവും. എന്നാൽ പിന്നെ കുട്ടിക്ക് കൊടുക്കുമ്പോൾ രാവിലെ വെജിറ്റബിൾ കറി, ഉച്ചക്ക് മുട്ടക്കറി എന്നുള്ള രീതിയിൽ പോവുകയും ചെയ്യും. എല്ലാവരും ചിലപ്പോൾ ചെയ്ത് നോക്കുന്നതന്നെയായിരിക്കും. എന്നാലും പിന്നെ ഈ മട്ടറും ഗാജറിൻ്റെ എല്ലാം കൂടിയില്ലേ, മുട്ട നമ്മൾ ഉടച്ച് ചപ്പാത്തിയിലൂടെ റൊട്ടിയിലൂടെ എല്ലാം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ ഫ്ലേവറും ഇറങ്ങി വരുമല്ലോ. സാധാരണ നമ്മൾ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളക് അതല്ലേ ചേർക്കുക. ക്യാരറ്റും മറ്റേ ഗ്രീൻ പീസും ചേർത്തിട്ട് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്കത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ ഈ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ചേർക്കും, പിന്നെ എടുത്ത് വെച്ചാൽ മതി അങ്ങനെ. അപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആണെങ്കിൽ അങ്ങനെയെല്ലാം ഉള്ളവർക്കാകുമ്പോൾ ഇതുപോലെയുള്ള തട്ടിക്കൂട്ട് കറി എന്ന് പറയുമ്പോൾ ടേസ്റ്റും സൂപ്പർ ടേസ്റ്റായിരിക്കും. എന്നാൽ പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഒരുപാട് സമയം നമ്മൾ അത് വഴറ്റി ഇത് വഴറ്റി അത് ചേർത്ത് ഇത് ചേർത്ത് ഒന്നും ചെയ്യണ്ടല്ലോ, പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ഞാനിത് ഇടാൻ തന്നെ ആരെന്ന് വെച്ചാൽ മോള് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറി പറഞ്ഞ അങ്ങനെ കുറേ പറഞ്ഞു കൊടുത്ത് അതെല്ലാം ഞാൻ ഉണ്ടാക്കി നോക്കി, ഇത് ഞാൻ ഉണ്ടാക്കി നോക്കി എന്നെല്ലാം പറയും. അപ്പോൾ പിന്നെയും വെറൈറ്റി എന്നെല്ലാം പറയും. അന്നേരത്തേക്ക് കിട്ടിയതാണ് ഒരു കറി. അപ്പോൾ ഞാൻ വെച്ച് നോക്കുന്നാൽ പറഞ്ഞു കൊടുക്കാമെന്ന്. അപ്പോൾ രാവിലെ വേഗം വെജിറ്റബിൾ കറി ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 5-6 മുട്ട കൊണ്ടുവന്നിട്ട് ഇതുപോലെ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ മുട്ടക്കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമില്ലവർക്ക് നല്ലതായിരിക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ കൂടെ പെരിഞ്ചീരകം ഇട്ട നെയ്ച്ചോറാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ആക്കിയത്. അപ്പോൾ രാവിലെ ചപ്പാത്തിക്കാണ് ഈ കറി എടുത്തത്. ഓക്കെ, താങ്ക് യു.